സെവൻത് സ്റ്റാൻഡേർഡിലെ അവർ എർത്ത് എന്ന ലെസൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. പാർട്ട് 1, പാർട്ട് 2 ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. സ്മോഗ്. എന്താണ് സ്മോഗ്? പുകമഞ്ഞാണ്. സ്മോഗ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ് എന്ന് പറയുന്നത്. Smoke and dust from industries, construction activities, vehicles, burning of agricultural residues, etc. fill the atmosphere. വ്യവസായശാലകളിൽ നിന്ന്, അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ വാഹനങ്ങളിൽ നിന്ന് ഒക്കെയുള്ള പുകകൾ, പിന്നെ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങളൊക്കെ കത്തിക്കുക എന്നീ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുന്ന പുക, പൊടിപടലങ്ങൾ ഇവയൊക്കെ അന്തരീക്ഷത്തിൽ നിറയുന്നു. These then mix with fog to form smog. Many studies show that air pollution increases the risk of stroke, heart and lung diseases. ഈ പുകയും പൊടിപടലങ്ങളും മഞ്ഞുമായിട്ട് ചേർന്നിട്ട് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയൊക്കെ ഇപ്പോൾ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. Hope now you know about the ways in which air gets polluted and the harm caused by it. അന്തരീക്ഷ മലിനീകരണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്നും അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. Various solutions. What can we do to reduce atmospheric pollution? Observe the pictures given below. Write down your findings and present in the class. ഇവിടെ പലതരത്തിലുള്ള പരിഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചുവടെ ഉള്ള ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ചിത്രം നമുക്കറിയാം, ചെടി നടുന്ന ഒരു ചിത്രമാണ്. പിന്നെ സോളാർ എനർജി ഉപയോഗിക്കുന്ന ചിത്രമുണ്ട്. പിന്നെ സൈക്കിൾ ഓടിക്കുന്ന ചിത്രമുണ്ട്. പിന്നെ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാൻ ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കുറിപ്പായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? By planting trees increases oxygen levels. It reduces air pollution. Maximizing the use of solar energy instead of using other energy resources helps reduce costs. Avoid vehicles that use petrol and diesel. Use vehicles that do not use fuel like bicycles. By planting trees increases oxygen levels. ട്രീസ് നടുന്നതിലൂടെ നമുക്ക് ഓക്സിജൻ ലെവൽ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനും പറ്റും. അതുപോലെ പരമാവധി നമ്മൾ സോളാർ എനർജി ഉപയോഗിക്കുക. മറ്റ് ഊർജ വിഭവങ്ങൾ ഉപയോഗിക്കണേക്കാട്ടിലും കൂടുതൽ നമ്മൾ സോളാർ എനർജി ഉപയോഗിക്കുക. പിന്നെന്താണ്, പെട്രോളും ഡീസലൊന്നും ഉപയോഗിക്കാത്ത സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയോ, യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റെഡ് ഓഫ് കാർസ് ആൻഡ് അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ വൺ പേഴ്സൺ റെഡ്യൂസസ് എയർ പൊല്യൂഷൻ ആൻഡ് ഫ്യൂവൽ കോസ്റ്റ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പൊതുഗതാഗതം നമ്മൾ പരമാവധി ഉപയോഗിക്കുക. ഒരാൾക്കൊക്കെ വേണ്ടിയിട്ട് കാറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വായുമലിനീകരണവും അതുപോലെ ഇന്ധനച്ചെലവൊക്കെ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. So far we have discussed the composition of the atmosphere. Now let's see the structure of the atmosphere. നമ്മൾ ഇതുവരെ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനെ പറ്റിയിട്ടൊക്കെയാണ് പഠിച്ചത്. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അന്തരീക്ഷത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ലിസ്റ്റ് ദ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിന് 5 ഭാഗങ്ങളായിട്ട് 5 പാളികളൊക്കെ ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രം നോക്കിയിട്ട് അന്തരീക്ഷ പാളികളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
നോക്കൂ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഭൂമിയാണ്, ഭൂമിയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് ഈ ഭാഗത്ത് ഭൂമിയാണ്. ഭൂമിയുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള അന്തരീക്ഷ പാളിയാണ്. അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ തൊട്ട് മുകളിൽ മിസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് അന്തരീക്ഷ പാളികൾ ഉള്ളത്. ഇനി നോക്കൂ, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ലെയേഴ്സ് ഒന്ന് മാത്രമേ അവിടെ, ട്രോപ്പോസ്ഫിയർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. അടുത്തത് ഏതാണ്? അടുത്തത് ഇവിടെ നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ എന്ന് എഴുതാം. ഇനി അടുത്തത് മീസോസ്ഫിയർ എന്ന് എഴുതാം. അടുത്തത് തെർമോസ്ഫിയർ. ഏറ്റവും ലാസ്റ്റ് ഏതാണ്? എക്സോസ്ഫിയർ. അങ്ങനെ എഴുതാം. Have you identified and listed the layers of the atmosphere? Now, let's understand the features of each of them. നമ്മളിപ്പോൾ ലെയേഴ്സൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതി. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രോപ്പോസ്ഫിയർ. ഇറ്റ്സ് ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഹാസ് എൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. ദ ഹൈറ്റ് റേഞ്ചസ് എബൌട്ട് 8 kilometers at the poles to 18 kilometers at the equator. This is because the temperature is high in the equatorial region. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണിത്. ഇത് ഭൗമോപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും അതുപോലെ തന്നെ ഭൂമധ്യരേഖ പ്രദേശത്തൊക്കെ 18 കിലോമീറ്ററും ഉയരത്തിലാണ് ഉള്ളത്. അപ്പോൾ അത്രയും ഉയരം അവിടെ കൂടാൻ കാരണം, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇത്രയും ഉയരത്തിലാവാൻ കാരണം അവിടെ ചൂട് കൂടുതൽ ആയതിനാലാണ് എന്നാണ് പറയുന്നത്. Dust particles and water vapor are most abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ ക്ലൗഡ് ഫോർമേഷനും മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ ഉള്ള അന്തരീക്ഷത്തിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ഇതൊക്കെ ഈ പാളിയിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെയാണ് ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുക, എന്ന് ഏത് ലെയറിലാണ് ഉണ്ടാവുക എന്നങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ലെസൺ മനസ്സിലാക്കുക, പഠിക്കുക. An important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. This is called normal lapse rate. ഇവിടെ പറയുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരെത്തുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൻ്റെ താപനില കുറയുന്നു. അങ്ങനെയാണ് ട്രോപ്പോസ്ഫിയറിൽ എന്നാണ് പറയുന്നത്. ഇതിന് പറയുന്ന ഒരു പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഇനി ഇവിടെ നോക്കൂ, വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കാൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ആദ്യം ചോദിച്ചത് ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെയറാണ് വിശേഷിപ്പിക്കാൻ കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എന്നീ സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്ത്? ഉയർന്ന പ്രദേശങ്ങളാണ്, അവിടെ ഇങ്ങനെ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാന പാളി എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. Dust particles and water vapor are most abundant in this layer. Cloud formation, rain, snow, wind, etc. occurs in this layer. പൊടിപടലങ്ങൾ, ജലബാഷ്പങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് തുടങ്ങിയതൊക്കെ ധാരാളം കാണപ്പെടുന്നു. അപ്പോൾ അതിനെ എന്ത് പറയുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്നീ ട്രോപ്പോസ്ഫിയർ അറിയപ്പെടുന്നു. ഇനി ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലൊക്കെ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ, ദീസ് പ്ലേസസ് ആർ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസസ്. ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഈ സ്ഥലങ്ങളെല്ലാം വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? താപനില, ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ അവിടേക്ക് എന്ത് അനുഭവപ്പെടുന്നു? കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്.
It is the layer of atmosphere just above the troposphere. The average height is about 50 km from the Earth's surface. In the stratosphere, the temperature increases after a specific height. The ozone layer is in the stratosphere. It stands at an altitude of about 25 km from the surface. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണേത്? സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ ടെമ്പറേച്ചർ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓസോൺ പാളി എവിടെ കാണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ സ്ട്രാറ്റോസ്ഫിയർ എന്ന് നന്നായി തന്നെ മനസ്സിലാക്കുക. അടുത്ത് നോക്കൂ, ഓസോൺ എർത്ത് ഷീൽഡ്. The presence of ozone gas in the atmosphere protects the earth by blocking the harmful ultraviolet rays from the sun. If ultraviolet rays reach the earth's surface at an increased rate, it is harmful to living organisms and ecosystems. എന്താണ് ഓസോൺ? ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്ന് വരുന്ന അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലുള്ള ഓസോൺ വാതകങ്ങളാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിലൊക്കെ നമ്മുടെ ഭൗമോപരിതലത്തിൽ വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരാവും, നമ്മുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, വാട്ട് ഹാം ഡസ് അൾട്രാവയലറ്റ് റേസ് കോസ് ഓൺ ദി എർത്ത്? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാം ദാറ്റ് അൾട്രാവയലറ്റ് റേസ് ക്യാൻ ക്രിയേറ്റ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ. എന്നിട്ടിങ്ങനെ ഏരോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ, കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ. നമ്മുടെ ഫുഡ് ചെയിനിനെ, ആഹാര ശൃംഖലയിനെയൊക്കെ തകർക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തതോ, ക്രോപ്പ് ഡാമേജ്, കൃഷിനാശം. പിന്നെ സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റ് ഗ്രോത്തിനെയൊക്കെ മുരടിപ്പിക്കുക, സസ്യവളർച്ചേനെയൊക്കെ മുരടിപ്പിക്കുന്നു. പിന്നെ ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം. ബ്ലൈൻഡ്നെസ്, കാറ്ററാക്റ്റ്, അന്ധതി, തിമിരവും. പിന്നെ സ്കിൻ ക്യാൻസർ, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെയാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ. നോക്കൂ, ഓസോൺ ഡേ. September 16 is observed as World Ozone Day. The objective behind observing this day is to create awareness among people about the need to protect ozone layer and to control the use of products that can cause ozone depletion. എന്നാണ് ഓസോൺ ഡേ? സെപ്റ്റംബർ 16 ആണ് ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിലൊക്കെ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമൊക്കെ നിയന്ത്രിക്കുക, ഇതൊക്കെയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. വാട്ട് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ഇൻ ക്ലാസ് ആൻഡ് സ്കൂൾ ഓൺ ഓസോൺ ഡേ? ഡിസ്കസ്. ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലും സ്കൂളിലൊക്കെ നടത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അത് നോക്കാം. സെമിനാർ, പ്ലക്കാർഡ് മേക്കിംഗ്, ക്വിസ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷൻ തുടങ്ങിയവയൊക്കെ നമുക്ക് ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി അടുത്തത്, മീസോസ്ഫിയർ. ദിസ് അറ്റ്മോസ്ഫിയറിക് ലെയർ എക്സ്റ്റെൻസ് ഫ്രം about 50 km to 80 km above stratosphere. The phenomenon of decrease in temperature with the increase in height is present in this layer also. At an altitude of about 80 km from the surface, the temperature drops to 100 degrees Celsius. The lowest temperature in the atmosphere is experienced here. Most of the meteors that enter the Earth's atmosphere burn down in this layer. മീസോസ്ഫിയറിനെ പറ്റി എന്താ പറയുന്നത് നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ
വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? താപം കുറയുകയാണ് ചെയ്യുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ അതൊക്കെ കത്തിച്ചാരമാകുന്നത് ഈ ലെയറിലാണ്. അടുത്തത് തെർമോസ്ഫിയർ. The thermosphere is the layer of atmosphere that lies about 80 to 400 km above the mesosphere. The temperature increases with an increase in altitude. The lower part of the thermosphere is called the ionosphere. മിസോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉള്ള പാളിയാണേത്? ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും ഇവിടുത്തെ താപനില എന്താ ചെയ്യുന്നത്? കൂടി വരികയാണ് ചെയ്യുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ. At an altitude of about 80 to 400 km in the atmosphere, intense solar radiation such as ultraviolet, X-rays, etc. converts the gas molecules into iron. This process is called ionization, and the region where this process takes place is called the ionosphere. Ions can conduct electricity. Radio waves are electromagnetic waves. Therefore, this region enables long distance transmission of radio waves. ഇവിടെ എന്താ പറയുന്നത്? അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളുണ്ട്. ഇത് അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വാതക തന്മാത്രകളൊക്കെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ അയോണീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ പ്രവർത്തനം നടക്കുന്ന ആ ഭാഗത്തിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണമൊക്കെ സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എക്സോസ്ഫിയർ. It is the uppermost layer of the atmosphere. The presence of air molecules in the exosphere, which lies above 400 km from the surface, gradually decreases and the layer becomes a part of the outer space. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണിത്. ഇതിനെ ഇവിടെ 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ എക്സോസ്ഫിയറിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യമൊക്കെ കുറഞ്ഞ് ഇത് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് പ്രിപ്പയർ ഐഡൻറ്റി കാർഡ് ആസ് ഇൻ ദ മോഡൽ ഗിവൺ ബിലോ ബൈ ഇൻക്ലൂഡിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. നെയിം ഓഫ് ദ അറ്റ്മോസ്ഫറിക് ലെയർ, ലെയറിൻ്റെ പേര് ഏതാണെന്ന് എഴുതുക. ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത് സർഫേസ്, പിന്നെ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതർ ഫീച്ചേഴ്സൊക്കെ കൂടി ചേർത്തിട്ട് ഒരു ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓരോ ലെയറിനും പറ്റിയിട്ടുള്ള ഐഡൻറ്റി കാർഡ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ട്രോപ്പോസ്ഫിയർ ലോവർ മോസ്റ്റ് ലെയറാണ്. 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ. ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. Above the troposphere, it is about 50 km from the Earth's surface. Temperature increases. പിന്നെ ഓസോൺ ലെയർ കാണപ്പെടുന്നു. ഇനി മീസോസ്ഫിയർ 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ എബോവ് സ്ട്രാറ്റോസ്ഫിയർ. ലോവസ്റ്റ് ടെമ്പറേച്ചറാണ്. പിന്നെ മെറ്റോസ് ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ. ഇനി അടുത്തത് മീസോസ്ഫിയർ കഴിഞ്ഞ് അടുത്തത് ഏതാണ്? തെർമോസ്ഫിയർ 80 to 400 km above the mesosphere. Temperature increases. Lower part of the thermosphere is called the ionosphere. അടുത്തത് എക്സോസ്ഫിയർ ആണ്. അപ്പർ മോസ്റ്റ് ലെയർ ആണ്. ലൈസ് എബോവ്
400 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. അങ്ങനെ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. ഐഡൻറ്റി കാർഡ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ട്. അവിടെ വിശദീകരിക്കൊന്നും വേണ്ട, പോയിൻ്റായിട്ട് എഴുതാം. ഇനി ഇവിടെ ടെക്സ്റ്റിൽ മാച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിലാദ്യം കൊടുത്തിട്ടുള്ള എക്സോസ്ഫിയറാണ്. എക്സോസ്ഫിയറിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയെന്ന് നോക്കുക, മാച്ച് ചെയ്യുക. അപ്പോൾ ഏതാണെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ഈ എക്സോസ്ഫിയറിൻ്റെ ഈ നാലാമത്തെയാണ് വരുന്നത്. ഇതാണ് വരുന്നത്. എയർ മോളിക്യൂൾസ് ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻ ടു സ്പേസ്, അതാണ് വരുന്നത്. അടുത്തത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്നാമത്തെയും ഏഴാമത്തെയും വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്, അതും വരുന്നുണ്ട്. ലൊക്കേറ്റഡ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 80 to 400 കിലോമീറ്റേഴ്സ്, അതും വരുന്നുണ്ട്. പിന്നുള്ളത് മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിൻ്റെ 2ഉം 3ഉം വരുന്നുണ്ട്. ദ ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ ലെയർ വേർ മെറ്റോൾസ് ബേൺ ടു ആഷ്, അതും വരുന്നുണ്ട്. ഇനി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ നോക്കൂ, ഈ ആറാമത്തെ പോയിന്റ് ഇതാണ് വരുന്നത്. സോൺ വേർ ഓസോൺ ഈസ് പ്രസൻറ്റ്, അത് വരുന്നുണ്ട്. ഇനി അടുത്തത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ വരുന്നത് ഏതാണ്? ഈ അഞ്ചാമത്തെയാണ്. ദ ലെയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ സർട്ടൻ റേറ്റ് അക്കോർഡിംഗ് ടു ദി ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഇങ്ങനെയാണ് മാച്ച് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.